ഹായ് ഓൾ, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വിഭവം കണ്ടല്ലോ, ഐസ്ക്രീം. സമ്മർ സീസണിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമാണല്ലോ. അപ്പോൾ നമുക്കിന്നൊരു ഐസ്ക്രീം തന്നെ ഉണ്ടാക്കിയേക്കാം, അതും ഹോം മെയ്ഡ് ഐസ്ക്രീം. ഇതിന് നമുക്ക് കുറച്ച് വിഭവങ്ങളൊക്കെ മതി. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കുറച്ചേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ. കണ്ട ഇതുപോലെ ക്രീമി ടേസ്റ്റി ക്രഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ഐസ്ക്രീം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ കൺസിസ്റ്റൻസിയിലുമാണ് നമുക്ക് ഈ ഐസ്ക്രീം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വിഭവങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. നമുക്കിത് 1 kg അല്ലെങ്കിൽ 1 ലിറ്റർ വാങ്ങിച്ചാൽ നമുക്ക് 4 വട്ടം ഒരു ബോട്ടിൽ വീതം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ഐസ്ക്രീം ബോട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മാംഗോ പ്യൂരിയാണ്, മാംഗോ പൾപ്പ്. അത് ഞാൻ ഫ്രഷായിട്ട് മിക്സിയിൽ പഴുത്ത മാങ്ങ അടിച്ച് എടുത്തതല്ല, അതൊന്ന് പാനിലിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തതാണ്. ഒരല്പം ഷുഗർ കൂടെ ചേർത്തിട്ടുണ്ട്, കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല മണമാണ്. ഇങ്ങനെ ചൂടാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാനും പറ്റുമല്ലോ, കുറച്ച് നാൾ എടുക്കാനും പറ്റും, കേടായൊന്നും പോകത്തില്ല. അപ്പം മാംഗോ പൾപ്പ്. പിന്നെ വേണ്ടത് പാല്, 1 കപ്പ് പാല് മസ്റ്റാണ്. പിന്നെ മിൽക്ക് മെയ്ഡ് കമ്പൽസറി അല്ല, നമുക്ക് പഞ്ചസാര ചൂടാക്കുന്നതിനകത്ത് ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നു കേട്ടോ. നമുക്കതിനായിട്ട് മിക്സിയുടെ ജാറ് ഒരു 5 മിനിറ്റ് ഒന്ന് കൂളാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ തീർന്നു ലാസ്റ്റ്. അപ്പം 3 ടൈംസ് ഞാൻ ഉണ്ടാക്കി, ഇത് 4th ടൈമാണ് കേട്ടോ. അപ്പം 250 ml വിപ്പിംഗ് ക്രീം നമ്മൾ ഈ ഇതിലേക്ക് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഹൈ സ്പീഡിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് 1 മിനിറ്റ് 55 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ ഒരു നോർമൽ ശബ്ദത്തിൽ നിന്നും ഒന്നുമില്ലാത്തൊരു എംറ്റി വോയിസിലേക്ക് മാറും. അപ്പോഴാണ് നമ്മുടെ ക്രീം അവിടെ റെഡി ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. 1 മിനിറ്റ് താഴെ മതി ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല പ്ലഫി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ ഇത് കിട്ടും. നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല ക്രീം രൂപത്തിലായിട്ടുണ്ടേ. നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് മാംഗോ പ്യൂരിയാണ്, മാംഗോ പൾപ്പ്. അപ്പോൾ നമുക്ക് മാംഗോ പൾപ്പും ചേർത്ത് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 2 സെക്കൻഡൊക്കെ 2-3 സെക്കൻഡൊക്കെ അടിക്കുമ്പോഴത്തേക്കിന് അത് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും കേട്ടോ. മിൽക്ക് മെയ്ഡ് എൻ്റെ കയ്യിലും മിൽക്ക് മെയ്ഡും തീർന്നു. പിന്നെ ഫ്രഷ് ക്രീം ഒന്നും എടുത്താൽ ശരിയാവത്തില്ല കേട്ടോ, വിപ്പിംഗ് ക്രീം തന്നെ വേണം. ഞാൻ ഫ്രഷ് ക്രീമൊക്കെ ചെയ്ത് നോക്കി, അതിനൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ക്രീമി രൂപത്തിലുള്ള ഐസ്ക്രീം കിട്ടില്ല കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം മസ്റ്റാണ് കേട്ടോ, എന്നാലേ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചറിലുള്ള ഐസ്ക്രീം കിട്ടൂ. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്, കമ്പൽസറി അല്ല. പഞ്ചസാര ആ പൾപ്പ് ഉണ്ടാക്കുന്നതിനകത്ത് നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീമി രൂപത്തിലുള്ള മാംഗോ പ്യൂരിയൊക്കെ ചേർത്തപ്പോഴത്തേക്കും കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 തവണയായിട്ട് പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായി കിട്ടും. അതുമാത്രമല്ല പാലും മസ്റ്റാണ് കേട്ടോ, എന്നാലേ കറക്റ്റ് ക്രീമി ടെക്സ്ചറിലോട്ട് ഇത് വരുന്നത്. ഇപ്പോൾ അതും പാലും മിൽക്കും ഒരു നല്ലൊരു ക്രീമി ആകാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം ചേർത്തപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം ക്രീമി രൂപത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓവർനൈറ്റ് ഫ്രീസറിൽ നമുക്കൊന്ന് സ്റ്റോർ ചെയ്യാം, തിരിച്ച് നാളെ എടുക്കാം. ഞാനിത് രാത്രിയിലാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലാതെ പകൽ ചെയ്താൽ ഇത് റെഡിയായോ തുറന്നു നോക്കിയിരിക്കും. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഇത് രാത്രി ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അന്നേരം അത്രയും നേരം അത് ഫ്രീസറിലിരുന്നത് സെറ്റായി നമുക്ക് കിട്ടും. ഞാനിതാ ഒരു ഐസ്ക്രീം ബോട്ടിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കൊരു അളവ് കിട്ടുമല്ലോ. ഇതിപ്പം 4ാം ടൈമാണ് ആ 1 ലിറ്റർ വിപ്പിംഗ് ക്രീം കൊണ്ട് ഞാനിത് 4 വട്ടം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ഐസ്ക്രീമാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റി ഐസ്ക്രീം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഷുവറായിട്ടും ചെയ്ത് നോക്കണം. മാംഗോ ഒക്കെ തീരാറായില്ലേ, ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് കുറച്ച് നൈറ്റ് ഫുള്ള് ഒന്ന് കീപ്പ് ചെയ്തേക്കാം, സ്റ്റോർ ചെയ്തേക്കാം. തിരിച്ച് നാളെ പകലെടുത്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ പാത്രം സെറ്റായി, ആളുകൾ റെഡിയായി വന്നിട്ടുണ്ട്. ഐസ്ക്രീം സെറ്റായത് നോക്കാൻ വേണ്ടിയിട്ട് ഒരല്പം കൂടെ ഒന്ന് പുറത്തൊന്ന് എടുത്ത് വെച്ചിട്ട് ഒരല്പം നേരം വെച്ചേക്കണം കേട്ടോ, എന്നാലേ എളുപ്പം ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് ആവേശം കൂടിപ്പോയത് കൊണ്ടാണ് നമുക്ക് ഇച്ചിരി ഹാർഡായിട്ട് തോന്നുന്നത്. എനിവേ നമ്മുടെ ക്രീമി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഫ്ലേവറും
അതേ കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ടേസ്റ്റാണ് ഒട്ടും പിറകിലോട്ടല്ല. അപ്പം നമുക്ക് വിപ്പിംഗ് ക്രീം മാത്രം വാങ്ങിയാൽ മതി, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. മിൽക്ക് മെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ കമ്പൽസറി അല്ല, ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. ഷുവറായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കുഞ്ഞുങ്ങളുടെ കമൻറ്റ് കൂടെ ഒന്ന് നോക്കിയേരെ, അവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഐസ്ക്രീം നല്ലോട്ട് വായി നടഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നല്ല കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം പോവല്ലേ, ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോകണം കേട്ടോ. ബൈ 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 ബൈ. ഐസ്ക്രീം എങ്ങനെയുണ്ട്? കൊള്ളാത്ത കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ബൈ. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ.